yo. Oh me. Dalia. Oh, scene. ഭാവിയെ അത് പിടിച്ചനല്ലോ ഇതിനെ. സീനാട്ടോ. കോടാന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അടിച്ച് കയറി വാ. ഹലോ, വെൽക്കം ബാക്ക് ടു പൈലി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊടൈക്കനാലിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂക്കാലിലോട്ടാണ് കേട്ടോ. നമ്മുടെ പൂമ്പാറയ്ക്കാണ് നേരെ പോവുക. അവിടെ നിന്ന് നമ്മുടെ പൂമ്പാറ പോയിട്ടാണ് നമ്മുടെ കൂക്കാലിക്ക് പോവുക. ധാരാളം സിഗരറ്റ് വലിച്ച് തുപ്പണേ. അത് ഞാൻ കൂക്കാലിന് പൂണ്ടി പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടൈം ഇപ്പോൾ തന്നെ 1 o'clock ആയിട്ട് 1 മണി ആയിട്ടുണ്ട്. പോകാൻ പറ്റുന്ന ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ടു കൊടൈക്കനാലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരെ. അപ്പോൾ അത് കാണാത്തവർ എടുത്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് കൊടൈക്കനാലിലോട്ടുള്ളതാണ്. ഇവിടെ നോക്കിയാൽ എന്താ ക്ലൈമറ്റ് നോക്കി, അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി സീനാണ് കേട്ടോ. കോടാന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അടിച്ച് കയറി വാ, അതാണ് അവസ്ഥ. അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുക നമ്മുടെ കോട. അടിപൊളി കോടയാണ് കൊടൈക്കനാൽ മൊത്തം. ഗൈസ് കോട നോക്കിയേ, എൻ്റെ മോനെ സീൻ അളിയ സീൻ ട്ടോ ഗൈസ്. നോക്കൂ എന്നാ കോടയാ നോക്കിയേ. നമ്മളിവിടുന്ന് ചായയും കുടിച്ചു, അതുപോലെ തന്നെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ചു. പിന്നെ വേറൊരു സംഭവം കൂടി ചെയ്തു ഗൈസ് നമ്മൾ. ദിസ് ഈസ് നോട്ട് കേരള. സൈലൻസറിക്ക് നോക്കിയാൽ ഇതാണ് ഇത്ര നേരം അഴിക്കാൻ കിട്ടാണ്ടിരുന്നത്, ഇല്ലെങ്കിൽ ഇല്ലാണ്ട്. ഇപ്പോൾ നമ്മളത് അയച്ചു ഗൈസ്. വലിയ ഓട്ടയായിട്ടോ. കുറേ നാൾക്ക് ശേഷം വണ്ടീൻ്റെ സൗണ്ട് കേൾക്കാൻ പണിയാണ്. ഇനി ഒരു പൊടി പ്രശ്നമൊന്നുമില്ല. ചേട്ടാണല്ലോ. പഴയ മുഴക്കം വന്നു ഗൈസ്. ഹയ്യമ്മ എന്തൊരു സുഖം നോക്കി. ഒരു ഭയങ്കര ഫ്രീ ആയ പോലെ. അയ്യോ, അതില്ലേ കുറേ നാളായിട്ട് ഈ സൗണ്ട് കേൾക്കാണ്ട്. അതായത് സ്റ്റോക്ക് ഫിൽറ്റർ ഇട്ട് അടച്ചിട്ട് പയ്യനൊക്കെ നോക്കുന്നുണ്ട്. അതേ കുഴപ്പമില്ലാതെ സൗണ്ട് ഉണ്ട്. അടഞ്ഞിട്ട് ഓടിച്ചിട്ട് ഇപ്പോൾ അത് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഒമ്പേ സീൻ സൗണ്ട് ഇട്ടോ ഗൈസ്. സീൻ അടിപൊളിയായിട്ടുണ്ട്. പോലീസ് പിടിക്കാണ്ടിരുന്നാൽ മതി ഇനി. ഗൈസ് സീൻ ഗൈസ്. വണ്ടി ഓട്ടുമ്പോൾ ഒരുമാതിരി ഒരു ഫീൽ. ഫയർ കുറേ നാളെ ഓപ്പൺ ആക്കിയിട്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാലോ, ഒന്ന് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാ റേസ് ചെയ്താൽ അറിയാം എന്താ എഫക്റ്റ്. ഒരു പിരിപിരി കൊണ്ട് സൗണ്ട് ഉണ്ടോ, അതാണ് തീ. അത്യാവശ്യം നല്ല തണുക്കുണ്ട് കേട്ടോ. നല്ലോണം പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുക്കുണ്ട്. കട നോക്കിയ ഗൈസ്. ഓ തണുക്കണു. അയ്യോ കുളിര് കയറണേ. തണുക്കണു ഗൈസ്. ഓക്കെ ഇവിടെ നോക്കൂ. മൈരോ അല്ല സോറി ഗൈസ്, ഒന്നും കാണാനില്ല. ചിക്കൻ. ഓ സീൻ ഭാവിയെ അത് പിടിച്ചനല്ലോ ഇതിനെ. പൊട്ടണണ്ട. ആ വണ്ടി നോക്ക്, ഒന്നുമേ കാണുന്നില്ല. അയ്യോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നോക്ക് ആ വണ്ടിയിൽ നോക്കി കേട്ടോ. നോക്കണ്ടോ ആ വണ്ടിയിൽ ഫോലൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടില്ലേ പറ. സൂപ്പർ ഗൈസ്. ഒന്ന് കാണുന്ന വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചതോ നമ്മുടെ മറ്റവിടെ എത്തുമ്പോൾ കാണുന്ന വിചാരിച്ചത്. എവിടെ അവിടെ കുറച്ചും കൂടി പോകണം. അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്, അവിടെ കാണുമ്പോഴാണ് വിചാരിച്ചു. പക്ഷെ ഇവിടേക്ക് പെട്ടെന്ന് എത്തി.
എൻ്റെ ചിരി ഒരു സ്പെഷ്യൽ ചിരിയാണ് ചില സമയത്ത് വരുള്ളൂ. അയ്യോ അത് നോക്ക്, എന്തത് ഒരു വെരി ബ്രൈറ്റ് ഇട്ടിട്ടേ ലൈക്ക് ആയി സൂപ്പർ. കോട 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 കോട. എൻ്റെ പൊന്നു മോനെ സീൻ നോക്കിയ കോട നോക്കി നിങ്ങൾ. ഈ റോഡ് നോക്കി അടിപൊളിയായിട്ടില്ല ഈ വഴി. ഇവിടെ വണ്ടി നിർത്തി എടുക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ബസ് വരും, അതാണ് ഒരു പ്രശ്നം. നമുക്ക് വരുമ്പോൾ നോക്കാം. അപ്പുറം സൈഡ് വണ്ടി നിർത്തി വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ ബസ് വരും, അതാണ്. നമ്മളെങ്ങാനും ബ്ലോക്ക് ആയിക്കാനതിന് വയ്യ. വെളിച്ചവും നല്ല കോടയുണ്ട്, കണ്ണിൽ കുത്തണം, വെളിച്ചം ഭയങ്കരമായിട്ട് ഇതാണ്ട്. അപ്പുറം സൈഡ് നോക്കിയാൽ എന്താ ഇത്? അയ്യോ കണ്ണാണെങ്കിൽ ഒരുമാതിരി വേദന കഴിച്ചു. ഈ വെളിച്ചം തട്ടുമ്പോഴേ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. അല്ലോ ഒരു ഗ്യാപ്പിലാണ്. ഇപ്പോൾ ഇവിടെ നല്ല കോട, ഇപ്പുറത്തൊന്നുമില്ല. അങ്ങനെയാണ്. കാണാൻ അടിപൊളിയായിട്ടുണ്ട് സംഭവം. എൻ്റെ അടിയോ എന്താ രണ്ടും കൂടി അപ്പം കാണായിരുന്നു ദൈവമേ. അപ്പോൾ നമ്മൾ പൂമ്പാറയൊക്കെ അതിന് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് കൂക്കലിക്ക് നമുക്ക് 8 കിലോമീറ്ററാണ് ഉള്ളത്. പൂണ്ടി നേരെയാണെന്ന് തോന്നുന്നു കേട്ടോ, നേരെയാണ് ഞാൻ കഴിഞ്ഞ വർഷം പോയുള്ളൂ. നമുക്ക് കൂക്കലിക്ക് പോയിട്ട് വരാം കേട്ടോ. ഓക്കെ യെസ്. ഇവിടെയും ഇതേപോലെ ഇതുണ്ട്, പക്ഷെ ഇവിടെ ആരും നിൽക്കുന്നില്ല. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നു, കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിന്നു. ഇപ്പോൾ കാണാം സൈലൻറ്റ് മാറി സ്റ്റാർട്ട് ചെയ്താൽ. ഒമ്പേ എന്താല്ലേ സീ നോക്കിക്കോട്ടോ, പൊട്ടണുണ്ടോ? മറ്റേ ഫയർ ഓൺ ആക്കിയിട്ട് ഈ ഇറക്കത്തിൽ പോകുമ്പോഴേ ഒമ്പോ കുറച്ച് സ്പീഡാക്കാട്ടാ. ഒമ്പോ കുറച്ച് റൺ ചെയ്തിട്ട് ഒമ്പേ. ഒമ്പോ സീൻ പൊട്ടൽ. അയ്യോ 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 അന്നേരം പൊട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ആ വീഡിയോയിലൊക്കെ ഉള്ളത്. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, കുറേ പേരുണ്ടാവും, എനിക്കറിയാം, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതിന് ശേഷം വരുമ്പോൾ ഇവിടെ താറൊക്കെ നിർത്തിയിട്ട് ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ നങ്കട അടിക്കുക, അവിടെ നിങ്കട അടിക്കുക, അതവിടെ അടിച്ച് കിടക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് അതിന് ശേഷം അപ്പുറത്ത് വണ്ടി ഇറക്കിയിട്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാം കേട്ടോ. വണ്ടി ഇറക്കാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റേ ഒരു വന്നു കഴിഞ്ഞാൽ അറിയാം വണ്ടി ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്തൊരു സമാധാനമാണല്ലോ ഇവിടെ. സൂപ്പർ കിക്ക് പിടിച്ചാലോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം ഗൈസ്. പെട്ടെന്ന് കാറ്റടിച്ച് വരുന്നുണ്ടോ? നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് നേരെ വന്ന വഴി തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് പൂണ്ടിക്കാണ് പോകുന്നത്. അയ്യോ മൊബൈലൊക്കെ ഒന്ന് ചെരിഞ്ഞു പോയി. ഓക്കെ, ഇവിടെ ചില സമയത്ത് ചില ക്ലൈമറ്റാണ്. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് നേരത്തെ വന്നാണെങ്കിൽ ചിലപ്പോൾ ഫുള്ള് കോടയായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്, ചിലപ്പോൾ അപ്പം നല്ല കോടയായിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ പോയതും കോട വരും. അതൊക്കെ ഓരോ ഇതനുസരിച്ചിട്ട് വരുന്ന സംഭവം. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോകാം എന്തായാലും. തരം ഒന്നല്ലേ ഒന്ന് എവിടെയൊക്കെയാ സ്വിച്ചില്ലേ? ഓക്കെ, നല്ല വെയിലുണ്ട്. ഓക്കെ സെറ്റ്. വണ്ടി അങ്ങനെ കിടന്ന് നിൽക്കണ നോക്കിയേ. ഓക്കെ
ലെറ്റ്സ് ഗോ. ചളി വിളി 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 ചളി വിളി വിളി. അയ്യോ ഇപ്പൊ വീണ, അയ്യോ ഇപ്പൊ വീണ എന്നെ. അപ്പം ഇപ്പം നമുക്ക് നേരെ ഇവിടെ നിന്ന് പൂണ്ടി പോവാം. പൂണ്ടി പോയിട്ട് അവിടെ അത്യാവശ്യം നല്ല ഇതുണ്ടാവും വിചാരിക്കണം കേട്ടോ. പൂണ്ടി കുഴപ്പമില്ല, കുറച്ചും കൂടി. പൂണ്ടി പോയിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ തിരിച്ചു പോവാം, അത്രേ ഉള്ളൂ. പൂണ്ടി പോയിട്ട് നേരെ കൊടൈക്കനാൽ പോവാം. കൊടൈക്കനാൽ പോയിട്ട് അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ അന്നത്തെ പരിപാടി കാണും. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി റൈറ്റ് പോവാം. പൂണ്ടി അതന്നെ 12 കിലോമീറ്റർ കേട്ടോ പൂണ്ടിക്ക്. കണ്ണിപ്പൊടുവിട്ട് ഗായ്സ്, ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ. അന്നൂർ ലേക്ക് അമ്പോ. ഇവിടെ നമ്മുടെ ഈ ഒരു സ്ഥലം കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അല്ലേ. പൂണ്ടി ഇനി നമുക്കൊരു 5 കിലോമീറ്റർ സംതിങ് ആണ് ഉള്ളത് തോന്നുന്നു കേട്ടോ. ഇക്കോ ടൂറിസ്റ്റ് ഒരുപാട് നടക്കാണ്ട്. മണ്ണൂർ ഇക്കോ ടൂറിസ്റ്റ് ഇവിടെ എന്താ ഉണ്ടാവുക ഗൈസ്? എന്താണാവോ, എന്തോ ഉണ്ട് അവിടെ. ഐ ഡോണ്ട് നോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. കവിഞ്ച് കഴിഞ്ഞ ഉടനെ പൂണ്ടിയാ അതിൻ്റെ അടുത്ത് പറയുന്നത്. പൂണ്ടിക്ക് വന്നിട്ട് കോടയില്ല പറഞ്ഞാൽ നടക്കും മച്ചാനെ. ഇതാ വരുന്നു കോട. എന്തായാലും നമ്മളൊന്നുമില്ല പറയുമ്പോൾ അപ്പം വരും സാധനം. എന്നാൽ പിന്നെ ഉണ്ട് പറഞ്ഞാൽ അപ്പം പോവും. അത്യാവശ്യം നടപ്പുണ്ട് കേട്ടോ. കയ്യൊക്കെ ഒരുമാതിരിയായിട്ടുണ്ട്. പൂണ്ടി വരെ പോയിട്ട് വരാം ഗൈസ്. പൂണ്ടിയിൽ കാണാൻ പക്ഷെ ഭയങ്കര കോടയായിരുന്നു ഗൈസ് പൂണ്ടിയിൽ. എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് വന്നത്. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഇല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഇല്ല. ഞാൻ അവിടെ നിന്ന് കയറിയപ്പോൾ അത്ര കോട കയറേണ്ട വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് സംഭവം മനസ്സിലാവണം. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടത്തേക്ക് ആൾക്കാരൊന്നും വരാത്തത്. അയ്യോ കോടയില്ല ഗായ്സ്, കോടയില്ല എന്ന് പറഞ്ഞാലേ വരുള്ളൂ. അതാണ് കേട്ടോ, കോടയില്ല ഗായ്സ്, തീരെ കോടയില്ല ഗായ്സേ. ഒരു തോർത്തൊക്കെ വെച്ചിട്ട് നടക്കണം. പൂണ്ടിയിൽ കോടയില്ല ഗായ്സ്. Oh my God. ഗായ്സ് ഇതാണ് പൂണ്ടി. അപ്പിടി പൂണ്ടി അല്ല എപ്പിടി இருக்குங்க. ഒരു ഓഫ് റോഡ് അടിച്ചാലോ? അതാ എവിടെയത്? അവിടെ നിന്ന് കയറുമ്പോൾ കോടയുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ കോടയൊന്നും കാണാനില്ല കേട്ടോ. പൂണ്ടി, ദിസ് ഈസ് പൂണ്ടി ഗൈസ്. പൂണ്ടിയിൽ പിള്ളേർ സ്റ്റേ ഉണ്ട് കേട്ടോ. അവിടെ സ്റ്റേ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് പൂണ്ടി. പക്ഷെ നേരത്തെ വരുമ്പോൾ ഇല്ലേ, ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത അത്ര കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ. കാരണം നമ്മൾ വിചാരിച്ച അത്ര ഒന്നുമില്ല ഇവിടെ. ടീ കട ഉണ്ടോ? ഇവിടെ നിന്ന് നമുക്കൊരു ടീ കുടിക്കാം ഗൈസ്. ഓക്കെ, കോട ഇറങ്ങി വരുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. ഉണ്ടല്ലേ അവിടെ നിങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ടീ കുടിച്ചിട്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ പൂണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഇപ്പം നോക്കിയാൽ അത്ര കോടയില്ല കേട്ടോ.
പക്ഷേ ഇവിടുത്തെ ഇങ്ങനെ ഇവിടുത്തെ എന്താ പറയുക കാലാവസ്ഥ ഒന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല. കാരണം 5 മിനിറ്റ് അപ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് തന്നെ ഫുള്ള് കോട വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് കോട ഇങ്ങോട്ട് കയറി ഇവിടെ മൊത്തം കാണാത്ത അവസ്ഥയാവും. ഇവിടെ നേരെ ഇറങ്ങാൻ നമുക്ക് അതാ പറഞ്ഞു, ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്നിറങ്ങി കോട വരും. അപ്പോൾ അത് അപ്പുറത്തൊക്കെ കണ്ടില്ല, നല്ല കോടയാണ്. അപ്പോൾ കുറേ പേരൊക്കെ വന്ന് ഇരിക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും. നമ്മൾ പിള്ളേരൊക്കെ വന്ന ടൈമിൽ ഫുള്ള് കോടയായിരുന്നു. അപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു. തമാശയും തന്തയ്ക്ക് വിളിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നോക്കിയേ, അപ്പുറത്ത് നോക്കിയേ, കോട നോക്കിയേ, ഫുള്ള് കോടയാണ്. കണ്ടില്ലേ? അവിടെ നിന്ന് ഫുള്ള് കോട കയറി വരുന്നു. എൻ്റെ മോനെ നോക്കിയേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പെന്നൊക്കെ ഊട്ടിൻ്റെ അത്രയും അത്യാവശ്യം ഉണ്ട് തണുപ്പ്. കണ്ടില്ല, നല്ല തണുപ്പുണ്ട്. കോട നോക്കി അതാ കയറി വരുന്നുണ്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ്. കൊടൈക്കനാലിൽ നമ്മൾ നേരെ നമ്മൾ വന്ന വഴി തിരിച്ചങ്ങനെ വീട്ടിലോട്ട് തന്നെ പോകാം കേട്ടോ. ഇവിടെ ഒരു മഴക്കാറ് പോലെയും കാണുന്നുണ്ട്. സമയം നോക്കിക്കഴിഞ്ഞാൽ 3:30 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ടൈമിൽ ഇറങ്ങിയാലാണ് നമുക്ക് നേരത്തെ ഇറങ്ങാമല്ലോ. പൂമ്പാറയ്ക്ക് നമുക്കിനി 20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഓക്കെ, തണുക്കണോ? സൂപ്പർ. മോനെ കോട നോക്കിയാൽ കണ്ടില്ലേ? ഇപ്പം അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ കോട കയറുന്നുണ്ട്. സൂപ്പർ. ഇവിടെ മഴയൊക്കെ പെയ്ത് വെള്ളം എത്തി അങ്ങനെ റോഡിലൂടെ ഒളിച്ചു വരുന്നതിന് ചരൽക്കല്ലാണ് റോഡിൽ മൊത്തം. ഒരു റൗണ്ടൊക്കെ അടിക്കാട്ടോ നോക്കിക്കോട്ടെ. ഓ, ബാക്ക് സ്ലിപ്പാവണു ടയർ ഇറങ്ങിയിട്ട്. അയ്യോ, ഇവിടെ നിന്ന് ഈ ഒരു നിരകളാണ് അടിപൊളിയായിട്ടില്ലേ? അതിൻ്റെ മേലെയാണെങ്കിൽ സൂപ്പർ ഫുള്ള് കോടയും. അടിപൊളിയുണ്ട് കേട്ടോ കോടയൊക്കെ കാണാൻ. ഇവിടെ കുറേ വണ്ടികൾ കയറ്റി അടയാളമൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കട്ടോ. കുരങ്ങന്മാർ ഫുള്ള് നോക്കുന്നുണ്ട്. എല്ലാം കൂടി നമ്മളെ വേട്ടയാടിക്കാൻ പെട്ടു. സെത്ത് പോകാൻ വേണ്ടിയതാണ്. എന്താ വ്യൂ ആണോ ഇനി? നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കിയേ മോനെ സീൻ. ഇവിടെ നിന്നൊക്കെ ഒരു വീഡിയോ എടുക്കേണ്ടിരുന്നുണ്ടല്ലോ. അത്യാവശ്യം ഇതുണ്ട് കേട്ടോ ഇവിടെ, ഒരു സമാധാനം. ഇവിടെയൊന്നുമില്ലല്ലോ ആൾക്കാർ കാണാൻ. അയ്യോ അമ്മേ. പോയി ഗൈസ്. വണ്ടി വീണൊന്നുമില്ല, ഭാഗ്യം. അടിമുട്ടിയോ? ഇത് ഇവിടെ ചെറുതായിട്ട് കാര്യമില്ല. വണ്ടി കഴുകിയിട്ട് കുറച്ച് ദിവസമായി. കഴുകണം നന്നായിട്ട്. ഇങ്ങനെ ലോഡായപ്പോൾ ഇവിടെ ഇവ അമുങ്ങി കാര്യമില്ല. ഇവിടെ ഇത് ഭയങ്കരമായിട്ട് ഇറക്കമുണ്ട് കേട്ടോ. ഇതല്ല ഇതെന്തത് വണ്ടി ബാക്ക് മാത്രം ഇങ്ങോട്ട് വന്നു. ഫ്രണ്ടും ഇത് കാണുന്ന മാതിരിയല്ല കേട്ടോ. ടയർ കാണുന്നവരിൽ നല്ല ഇറക്കമുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പറ്റില്ലേ? നോക്കി നേരങ്ങി പോകണുണ്ടോ? ബാക്ക് പിന്നെയും കുഴപ്പമില്ല. നല്ല കയറ്റം കേട്ടോ. ടയറില്ല. ഇത് സംഭവം മിറർ ഇളകിയില്ലേ? മിറർ കൈ തട്ടിയിട്ടുണ്ടാവും. മിററിൽ ലോക്കായില്ല കയ്യേ. ഇവിടുന്ന് ഇങ്ങനെ ലോക്കായില്ലേ? അതാ മിററൊക്കെ ഇളകിയിട്ടുണ്ട്. വീണിട്ടില്ല വണ്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ കൊടൈക്കനാൽ പോവാണ്. കൊടൈക്കനാലിൽ നമ്മൾ വന്ന വഴി തന്നെ, അതായത് വേറെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് ടു കൊടൈക്കനാൽ വേണ്ട. പാലക്കാട് നിന്ന് കൊടൈക്കനാൽക്കുള്ള വ്ളോഗ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതേ വഴി തന്നെ തിരിച്ചിറങ്ങി നമ്മൾ പാലക്കാട് പോവാണ്. ഇതൊരു നിൻഡ 300 ആണ്. അവർ അടിപൊളിയാട്ടോ. അവർ കുറേ നേരം സംസാരിക്കുക വെച്ചു. നമ്മളില്ല. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ആട്ടോ. എനിക്കറിയാം ചിലപ്പോൾ ക്യാമറ ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല, മറിഞ്ഞിട്ടേ. അപ്പോൾ കൊടൈക്കനാൽ കഴിഞ്ഞു. നേരെ വീട്ടിൽ പോവാണ്. വേറെ ഇനി പ്ലാനൊന്നുമില്ല. അവിടെയൊക്കെ അത്യാവശ്യം കോടയാണ് കേട്ടോ. സമയം നോക്കിയാൽ 5:02 അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ ടു കൊടൈക്കനാൽ വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് നിന്ന് കൊടൈക്കനാൽ വരെയുള്ള വീഡിയോ ഞാൻ മുമ്പായിട്ട് ഈ ഒരു വ്ളോഗിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അതെല്ലാവരും കയറി കാണുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അതൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ വീഡിയോയുടെ എൻഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ആൾ. ടാറ്റ ബൈ ബൈ ഗൈസ്. താങ്ക് യു.